കിഷ്കിന്ധാകാന്ഡം ഇറങ്ങിയതിന് ശേഷം തന്റെ റൈറ്റിംഗ് പ്രോസസ്സിനെ കുറിച്ച് അതിന്റെ തിരക്കഥാകൃത്തായിട്ടുള്ള ബാഹുൽ രമേശ് സംസാരിച്ചപ്പോൾ എങ്ങനെയാണ് ക്ലീഷകളെ ബ്രേക്ക് ചെയ്യാറ് എന്ന് പറഞ്ഞിരുന്നു. അതായത് സ്വാഭാവികമായിട്ടും ആദ്യം വരുന്ന ചിന്തയിൽ നിന്നും മാറി വേറെ എന്തെങ്കിലും എടുത്തിട്ടിട്ട് സ്വയം ചാലഞ്ച് ചെയ്യാനുള്ള രീതിയായിരുന്നു അത്. അതുപോലെ തന്നെ പുള്ളി പറഞ്ഞ വേറൊരു കാര്യമാണ് സിനിമയുടെ ഒന്നാം പകുതി സ്വന്തം അച്ഛന് വായിക്കാൻ കൊടുത്തിട്ട് രണ്ടാം പകുതിയിൽ എന്ത് സംഭവിക്കുമെന്ന് പുള്ളി പറയുന്ന പല പല പോസിബിലിറ്റികളെ ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുമെന്ന്. ഒരു സിനിമയും ഒരു സീരീസും എഴുതിയിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുമ്പോഴുള്ള റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ബാഹുലിനെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർ സിനിമ കാണുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ട് എന്നത് മനസ്സിൽ വെച്ചിട്ട് സസ്പെൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും നടത്തും. കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം ദിൻജിത്ത് അയ്യത്താനോടൊപ്പം ചേർന്ന് ബാഹുൽ രമേശ് ഒരുക്കിയിട്ടുള്ള എക്കോയുടെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ ഇത്രയും അവെയർ ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ കൂടെ ഞെട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ഡിസെപ്ഷൻ ഗംഭീരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഷോക്ക് വാല്യൂവിനേക്കാൾ ഇമോഷണൽ ലെയറുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബാഹുലിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നതാണ്. 80കളിലൊക്കെ ആണെന്ന് തോന്നുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കഥാപശ്ചാത്തലമാണ് സിനിമയ്ക്കുള്ളത്. കുര്യച്ചൻ എന്ന് പറയുന്ന ഒരു നായപ്രേമിയുടെ കഥയാണെന്ന് വേണമെങ്കിൽ പറയാം. നായകളെ കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങ് മലേഷ്യ വരെ പോയിട്ടുള്ള ആളാണ് കുര്യച്ചൻ. നായകളോട് കാര്യമായിട്ട് സ്നേഹമാണെങ്കിലും മനുഷ്യന്മാരുമായിട്ടുള്ള പുള്ളിയുടെ ഇടപാടുകൾ അത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കൾ അയാൾക്കുണ്ടായിരുന്നു. കുറേ വർഷങ്ങളായി മിസ്സിംഗ് ആയിട്ടുള്ള കുര്യച്ചനെ കണ്ടുപിടിക്കാൻ ഈ ശത്രുക്കളെല്ലാം ശ്രമിക്കുന്നത് അയാളുടെ മലേഷ്യക്കാരിയായിട്ടുള്ള ഭാര്യയെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ്. ഇങ്ങനെ പല പല ശത്രുക്കളുടെ കുര്യച്ചനെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് ഒരർത്ഥത്തിൽ ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. കിഷ്കിന്ധാകാന്ഡവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളതിൽ എക്കോ കുറച്ചുകൂടെ സിനിമാറ്റിക് ആണ് എന്ന് പറയേണ്ടി വരും. ചില ഹൈ പോയിന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ സാമ്യതകൾ ഉണ്ടെങ്കിലും സട്ടിലിറ്റിയുടെ ലെവൽ തന്നെയാണ് എക്കോയെ കിഷ്കിന്ധാകാന്ഡത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. സസ്പെൻസ് എലമെന്റുകളിലേക്ക് കാര്യമായി പോകാതെ വേൾഡ് ബിൽഡിങ്ങിൽ തന്നെയാണ് ഈ സിനിമയുടെ ഒന്നാം പകുതി കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. കുര്യച്ചൻ എന്ന വ്യക്തിയുടെ ചരിത്രമാണ് നമ്മൾ ആ ഭാഗത്ത് അറിയുന്നത്. മൊത്തം പടം നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും എനർജി കുറച്ച് ഡ്രോപ്പ് ആകുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ആ സ്ഥലത്താണ്. പക്ഷേ എന്തുകൊണ്ട് സ്വല്പം മെലോഡ്രമാറ്റിക് ആയിട്ടുള്ള ആ ഒരു ഭാഗം പടത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്നത് തിരക്കഥ പിന്നീട് കാണിച്ചു തരുന്നുണ്ട്. തന്റെ ക്ലീഷേ ബ്രേക്കിംഗ് സ്ട്രാറ്റജി ഏറ്റവും മികച്ച രീതിയിൽ ബാഹുൽ രമേശ് ഉപയോഗിക്കുന്നത് രണ്ടാം പകുതിയിലാണ്. നമ്മൾ ഊഹിച്ചിട്ട് കിട്ടിയെന്ന് തോന്നുന്ന ഒരു മൊമെന്റിൽ വെച്ച് കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് പ്രഡിക്ഷൻ പൊളിക്കുന്ന ഒരു പരിപാടി ഗംഭീരമായിട്ട് ബാഹുൽ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പടത്തിന്റെ എഴുത്തിൽ ഡിസെപ്ഷൻ എന്ന കാര്യം അപ്ലൈ ചെയ്തിട്ടുള്ള രീതിയാണ് നമ്മളെ കൊണ്ട് അവസാനം പടത്തിന് വേണ്ടി കൈയടിപ്പിക്കുന്നത്. താരതമ്യേന ഫ്ലാറ്റ് ആയിട്ടുള്ള ഒന്നാം പകുതിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആണെങ്കിലും നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റുന്ന ഒരു ക്ലൈമാക്സിലേക്ക് പടം പോകുമെന്നൊരു തോന്നൽ കൂടുതലായിരുന്നു. പക്ഷേ അവസാനത്തെ ട്വിസ്റ്റിനെ സാധൂകരിക്കാൻ വേണ്ടി മൊത്തം തിരക്കഥയിൽ ബാഹുൽ കൊണ്ടുവന്നിട്ടുള്ള ലെയറുകൾ ഒരൊറ്റ നിമിഷം കൊണ്ട് പടത്തിന്റെ ഗ്രാഫ് മാറ്റാൻ എക്കോയെ സഹായിക്കുന്നുണ്ട്. കൊണ്ടുവന്നിട്ടുള്ള നിരവധി കഥാപാത്രങ്ങളുടെ സബ് പ്ലോട്ടുകളിലേക്ക് കടക്കാതെ തന്നെ ഒരു ക്ലോഷർ കൊണ്ടുവരാൻ സിനിമയ്ക്ക് അതുകൊണ്ട് സാധിക്കുന്നു. ഒരു മേക്കിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം മൃഗങ്ങളെ ഉപയോഗിച്ചും ഇത്ര ബുദ്ധിമുട്ടുള്ള ലൊക്കേഷനിലും ഇവരെങ്ങനെ സിനിമ ചിത്രീകരിച്ചു എന്നതാണ്. റാക്ക് ഫോക്കസ് ഉപയോഗിച്ച് വളരെ ഫ്ലൂയിഡ് ആയിട്ട് സീൻ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് പല സീനുകളും പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഈ ലാൻഡ്സ്കേപ്പിന്റെ ഒരു മിസ്റ്ററി എലമെന്റിനെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ആ ഒരു മൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ദിൻജിത്ത് അയ്യത്താൻ ഉപയോഗിക്കുന്നുണ്ട്. ഒട്ടും ലൂസ് ആവാതെ ആവശ്യമുള്ള സീനുകളിൽ നിന്ന് അടുത്ത സീനുകളിലേക്ക് പോകുന്ന രീതിയിൽ തിരക്കഥ ഡിസൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് സൈലൻസുകൾ ഒരുപാടുള്ള രീതിയിൽ പടം പോകുന്നില്ല. കിഷ്കിന്ധാകാന്ഡത്തിലേതുപോലെ മുജീബ് മജീദ് തന്റെ സംഗീതത്തിലൂടെ പല പ്രധാനപ്പെട്ട സീനുകളിലെയും വേറെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹാൻഡ് ഹെൽഡ് ആയിട്ടോ അല്ലാതെയോ എപ്പോഴും ഒരു മൂവ്മെന്റ് ഉള്ള ബാഹുൽ രമേശിന്റെ ഫ്രെയിമുകളും കൂടെ വരുമ്പോൾ സീനുകൾക്ക് ഒരു ഡെപ്ത് കിട്ടുന്നുണ്ട്. പ്രധാന ഭാഗങ്ങളിൽ ഒരു ഉദ്വേഗം ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇന്റർ കട്ടിങ്ങിന് ഒരു പ്രധാന പങ്കുണ്ട്. നായകളും ഈ ഒരു ലാൻഡ്സ്കേപ്പും വരുന്നതുകൊണ്ട് നമ്മളെ ആ ലോകത്തേക്ക് കൊണ്ടുപോകുന്നതിന് സൗണ്ട് ഡിസൈനിന് നിർണായകമായിട്ടുള്ളൊരു പങ്കുണ്ട്. നായകളുടെ മുരൾച്ചയും കാറ്റും എക്കോയും ഒക്കെയുള്ള ആ ഒരു സ്ഥലത്തിന്റെ സൗണ്ട്സ്കേപ്പും വേണ്ട രീതിയിൽ സിനിമാറ്റിക് ആയിട്ട് വിഷ്ണു ഗോവിന്ദ് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. പിയോസ് എന്ന കഥാപാത്രത്തിന്റെ ഏതാണ്ട് 3 ഷെയ്ഡുകൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ കിട്ടുന്നുണ്ട്. ആ 3 ഭാഗങ്ങളും വളരെ ഗംഭീരമായിട്ട് തന്നെ സന്ദീപ് പ്രദീപ് പെർഫോം ചെയ്തിട്ടുണ്ട്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോൺട്രാസ്റ്റ് ഉണ്ട് എന്നത് പെർഫോമൻസിനെ ഒന്നുകൂടെ മികച്ചതാക്കുന്നുണ്ട്. മ്ലാത്തിച്ചേടത്തി എന്ന ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ബിയാന മോമിനാണ്. അവരുടെ മുഖത്തുള്ള ആ ഒരു ഇന്നസെൻസ് ആ കഥാപാത്രത്തിന് ഒരു ഗ്രേസ് കൊടുക്കുന്നുണ്ട്. KPSC ലീലയുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഡബിങ് കൂടെ ആവുമ്പോൾ ആ കഥാപാത്രം മെമ്മറബിൾ ആകുന്നുണ്ട്. സൗരഭ് സച്ദേവയാണ് കുര്യച്ചൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കുര്യച്ചൻ എന്ന ക്യാരക്ടർ എത്തരത്തിലുള്ളതാണ് എന്നതിലൊരു ക്യൂരിയോസിറ്റി നമ്മളിൽ ഉണ്ടാക്കാൻ ഈ ഒരു കാസ്റ്റിംഗ് കൊണ്ട് സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വിനീതിന് ഈ സിനിമയിൽ ലഭിച്ചിട്ടുള്ളത്. നരേന് ലഭിച്ചിട്ടുള്ള ക്യാരക്ടർ നല്ലതാണെങ്കിലും പുള്ളിക്ക് സ്വതസിദ്ധമായിട്ടുള്ള ഒരു സോഫ്റ്റ്നെസ് ആ കഥാപാത്രം സ്വല്പം ക്രൂരമായിട്ട് പെരുമാറേണ്ട സ്ഥലങ്ങളിൽ ഒരു തടസ്സമാകുന്നുണ്ട്. അപ്പൂട്ടിയായിട്ട് അശോകനും സിഗ്നേച്ചർ സ്ലാങ് പിടിച്ചുകൊണ്ട് ബിനു പപ്പുവും അവരവരെ ഏൽപ്പിച്ച കഥാപാത്രങ്ങളെ നല്ല രീതിയിൽ ചെയ്തു. ഒരു പടം സാമ്പത്തികമായിട്ട് വിജയം നേടി കഴിഞ്ഞാൽ ഉടനെ വലിയ താരങ്ങൾക്കും വലിയ ബഡ്ജറ്റിനും പുറകെ ആളുകൾ പോകുന്ന ഒരു സമയം
സമയത്ത് കോൺസെപ്റ്റിന്റെ വലിപ്പത്തിലേക്ക് സിനിമ ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കുന്നത് കാണാൻ പറ്റുന്നത് വളരെ സന്തോഷം തരുന്നൊരു കാഴ്ചയാണ്. പറയുന്ന കഥ പരമാവധി ഒതന്റിക് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പണവും എഫേർട്ടുകളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ദിൻജു തയ്യത്താൻ്റെ എക്കോ. ലൊക്കേഷൻ, കാസ്റ്റിംഗ് വളരെ മിനിമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇൻവിസിബിൾ ആയിട്ടുള്ള CGI ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെയധികം തൃപ്തി തരുന്ന ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് എക്കോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്